വിദ്യാർത്ഥികൾക്ക് 9 വീഡിയോയിലേക്ക് സ്വാഗതം. +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പ്രസിദ്ധീകരിക്കും. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വാട്സപ്പ് ചാനലിലൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനമറിയുന്ന വാർത്തയിലെടുക്കാം. +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പ്രസിദ്ധീകരിക്കും. അപ്പോൾ result.hsc.kerala.go.in എന്ന വെബ്സൈറ്റ് വഴിയാണ് പരീക്ഷാ ഫല പ്രഖ്യാപനം നടത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് ഈ വെബ്സൈറ്റ് വഴി കേരള ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴി നിങ്ങൾക്ക് കേരള ഗവൺമെൻറ് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ്റെ സൈറ്റ് വഴി നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കും. ഒരുപാട് വിദ്യാർത്ഥികൾ പ്രതീക്ഷയോടും സങ്കടത്തോടും കൂടി തന്നെ കാത്തിരിക്കുന്ന റിസൾട്ടാണ്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മൾ നിരന്തരമായി അവിടെ സങ്കടങ്ങൾ നമ്മളെ അറിയിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് +2 ഒരു വിഷയം അല്ലെങ്കിൽ 2 വിഷയം സേ വന്നു പോയി. ഞാൻ ആ പരീക്ഷ എഴുതിയിട്ടുണ്ട്, എനിക്ക് ജയിക്കുമെന്ന് ശുഭപ്രതീക്ഷയുണ്ട്. സാർ ഈ റിസൾട്ട് ഒന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് സങ്കടം പറയുമ്പോഴും ഇപ്പോൾ സാർ യൂണിവേഴ്സിറ്റീസ് എല്ലാം ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓരോ അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞു പോകുമ്പോഴും വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ് ചെയ്യുന്നത്. അവർക്കിനി ഈ വർഷം ഡിഗ്രി എന്ന പ്രോഗ്രാം പ്രവേശനം നേടാൻ സാധിക്കില്ല. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് സേ പരീക്ഷയൊക്കെ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് റിസൾട്ട് വന്നാൽ മാത്രമേ ഡിഗ്രി എന്ന പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. റിസൾട്ട് വന്ന് ആ വിഷയം പാസ് ഔട്ട് ആവണം. ഇപ്പോൾ ഫെയിലായി കിടക്കുന്ന ആ വിഷയം പാസ് ഔട്ട് ആയാൽ മാത്രമേ ഡിഗ്രി എന്ന പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ അവർക്ക് സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ആ വിദ്യാർത്ഥികൾ ഒരുപാട് വിഷമത്തോടും സങ്കടത്തോടും കൂടി നമ്മളോട് പറയുമ്പോഴും തീർച്ചയായും നമുക്കും ഒരു അവരോട് മറുപടി പറയേണ്ടത് എന്നുള്ളൊരു വാസ്തവമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇനി ഡിഗ്രി എന്ന പ്രോഗ്രാമിന് പ്രവേശിക്കാൻ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. സ്പോട്ട് അഡ്മിഷനിലൂടെ മാത്രമേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എന്ന പ്രോഗ്രാമിന് പ്രവേശിക്കാൻ സാധിക്കൂ. കേരള യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. MG യൂണിവേഴ്സിറ്റി നാളെയോ മറ്റന്നാളോ ആയിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് തുടങ്ങും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ ലേറ്റ് രജിസ്ട്രേഷൻ എന്ന പേരിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന പേരിൽ അവരും ഇപ്പോൾ അവരുടേതായ രീതിയിലുള്ള രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒരുപാട് പേർ നിരന്തര പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇത് എങ്ങനെയും ഒന്ന് പാസ്സായിരുന്നെങ്കിൽ ഒന്ന് പോകാൻ. എന്തായാലും വിദ്യാർത്ഥികളുടെ ആ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും അറുതിയായിട്ട് ഇന്ന് 5 മണിയോടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് തന്നെയാണ് വരുന്നത്. എത്രയും പെട്ടെന്ന് വരട്ടെ. കാരണം അവർക്ക് ഡിഗ്രി എന്ന പ്രോഗ്രാമിലേക്ക് പോകാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ്രാമിലേക്കൊക്കെ പോകാനും ഇതൊന്ന് ജയിച്ചിരുന്നെങ്കിൽ ഇതൊന്ന് ഒഴിവാക്കിയിട്ട് അടുത്ത പരിപാടിക്ക് പോകുമായിരുന്നു എന്നിരിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് തീർച്ചയായും ഇന്ന് 5 മണി എന്നുള്ളത് എത്രത്തോളം നേരത്തെ വരുമെങ്കിൽ അത്രത്തോളം നേരത്തെ വരട്ടെ എന്നാണ് പറയാനുള്ളത്. എന്തായാലും റിസൾട്ട് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെയുള്ള ഡീറ്റെയിൽ വിവരങ്ങൾ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതിന് വേണ്ടി മിസ്കർ ദ ഫോൺ സ്ക്രൈബ് ഫോർ ദ ഗ്രേഡ് എനിത്തിങ് റീച്ചിങ് ബൈ.